ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ സംഘടനയിൽപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് പോലും കിട്ടാതിരിക്കുന്നില്ല എന്നുള്ളതായിരിക്കും. അവരുടെ സ്ത്രീകൾ തന്നെ അവർ തന്നെ പറയുന്നു, അവരുടെ ഉള്ളിൽ തന്നെ സംഘടനാപരമായിട്ട് തന്നെ അവർ പറയുന്നു ഞങ്ങൾക്കൊന്നും സഹിക്കാൻ വയ്യാന്ന്. അങ്ങനെ നോക്കുന്ന സമയത്ത് പുറത്തുള്ള സ്ത്രീകളുടെ കാര്യം എന്തായിരിക്കും? അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാല് തീർത്തും, അതായത് ഇതെല്ലാം ക്രിമിനൽ ഒഫൻസസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഈ അതിക്രമങ്ങൾ, റോങ് മെസ്സേജസ് അയക്കുക, ഗർഭചിത്രത്തിന് വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുക, അവരെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അവരെ പറ്റിക്കുക, ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ഒഫൻസസ് അല്ലേ? ഇത്തരം നിയമങ്ങൾക്ക്, അതായത് ഈ നിയമ നടപടികൾക്ക് വിധേയമായിട്ട് ഇദ്ദേഹത്തെ കൊണ്ടുവരണം. നമസ്കാരം. നമസ്തേ. രമ്യ മുരളി. ഇപ്പോ സംഘടനയുടെ ചുമതല എന്താ? അതെ, കോഴിക്കോട് BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. നിലവിൽ ഇതിനു മുന്നേ മഹിളാ മോർച്ചയുടെ സജീവ പ്രവർത്തനത്തിലായിരുന്നല്ലോ. ഇപ്പോ പ്രധാനമായിട്ട് കേരളത്തിലെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ഒരുപാട് അതിക്രമങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിൽ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പാലക്കാട്ടെ MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം പോലും ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഒരു മഹിളാ മോർച്ചയിൽ സജീവമായിട്ട് പ്രവർത്തിച്ച, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി നിരവധി വർഷങ്ങളോളം പ്രവർത്തിക്കുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ചേച്ചിയൊരു ഇപ്പോഴത്തെ ഒരു കോൺഗ്രസിന്റെ നിലപാടിനെ സംബന്ധിച്ച് എന്താണ് പറയുന്നത്? അല്ല, രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ജനപ്രതിനിധിയായിട്ട് വരുമ്പം പല വാഗ്ദാനങ്ങളും കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവര് ഈ നാട്ടിലുള്ള ജനങ്ങളെ സംരക്ഷിക്കാനും അവരുടെ ജീവനും സ്വത്തിനും എല്ലാം സംരക്ഷണം നൽകും എന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് അധികാരത്തിൽ വരുന്ന ഒരാളാണ്. അപ്പോൾ അവര് ബാധ്യസ്ഥരാണ്. ഇവിടെയുള്ള കേരള സമൂഹത്തിനോട് അവര് റെസ്പോൺസിബിലിറ്റി ഉണ്ട് അവർക്ക്. അപ്പൊ ഈ ഒരു സമയത്ത് പോലും സ്ത്രീകൾക്കെതിരെ, അതായത് സ്ത്രീത്വത്തിനെതിരെ അപമാനകരമായിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം നടത്തിയതായിട്ടുള്ള തെളിവുകൾ നമുക്ക് മുന്നിലേക്ക് വരുന്നത്. ഇത് വിവിധ പാർട്ടികളിലുള്ളവരൊന്നും ആരോപിച്ചിട്ടുള്ള ഒരു വസ്തുതയല്ല. ഇത് സ്ത്രീകൾ തന്നെ അവർക്ക് നേരെ നടന്നിട്ടുള്ള അതിക്രമങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട്, അവർക്ക് റോങ് മെസ്സേജസ് അയച്ചു എന്ന് പറഞ്ഞിട്ട്, അവർക്ക് മാനഹാനി ഉണ്ടായി എന്ന് പറഞ്ഞിട്ടും അവർ കൊടുക്കുന്ന കേസുകളാണ്. അപ്പോൾ ആരുമല്ല, അതിന് ഇരയായിട്ടുള്ള ആളുകളാണ് ഈ പരാതിയുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുന്നത്. ഈ ഒരു സമയത്ത് ഏത് ഒരാളായാൽ പോലും നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് എതിരെ എന്തെല്ലാം ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടാകുമ്പോൾ നമ്മളെ വീട്ടിലുള്ളവർ എങ്ങനെയായിരിക്കും അതിനെ പ്രതികരിക്കുക? ഇതേപോലെ തന്നെ ആ സംഘടനയും ആലോചിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കർശന നടപടി എടുക്കാൻ തയ്യാറാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു നിലപാടില്ല. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റ് എന്നുള്ള ചുമതലയിൽ നിന്ന് മാത്രം മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ഇത് പാർട്ടി അവരുടെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തന്റെ രാജി പോലും ചോദിച്ചിട്ടില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. അപ്പോൾ ഇത്രത്തോളം വലിയ രീതിയിൽ ഒരു മൃഗീയത ഈ ഒരു രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കലർന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ത് നെറികേട് കാണിച്ചാലും പാർട്ടി സംരക്ഷകരായിട്ടുണ്ട് എന്നുള്ളതിന്റെ അഹങ്കാരം കൊണ്ടാണ് അത് പറയുന്നത്. കാരണം ഇത്രയേറെ അപമാനം ഉണ്ടായി പല സ്ത്രീകളും അവർക്കെതിരെ രംഗത്ത് വരുന്ന സമയത്ത് അവർക്കൊപ്പം, അതായത് ഇരകൾക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാർക്കൊപ്പം നിൽക്കുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന്. ധാരാളം ആരോപണങ്ങൾ ഇതിനു മുമ്പും കോൺഗ്രസിന്റെ പല നേതാക്കൾക്കെതിരെയും വന്നിട്ടുണ്ട്. അതിനൊന്നും ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കാതിരിക്കുന്നത് കൊണ്ടാണ് രാഹുൽ ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുന്നത്. എനിക്കെതിരെയും ഇത്രയേ വരുള്ളൂ എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം അവർ തന്നെയാണ് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറായി വരുന്നത്. സ്വന്തം ആളുകൾ തന്നെ സംരക്ഷിക്കും എന്നുള്ള ഒരു വിശ്വാസം അതിലുള്ളത് കൊണ്ടാണ് എന്ത് തെറ്റ് ചെയ്താലും എന്നെ നിലനിർത്തും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഈ ഒരു കാര്യത്തിൽ ഉണ്ടായി വരുന്നത് എന്നുള്ളതാണ്. ബൈ ഇലക്ഷൻ നടന്ന സമയത്ത് MLA ആയ ഒരു വ്യക്തിയാണല്ലോ രാഹുൽ മാങ്കൂട്ടം. എന്ത് വലിയൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് പാലക്കാട്ടെ ജനങ്ങൾ അദ്ദേഹത്തെ അത്യാവശ്യം മോശമല്ലാത്തൊരു ഭൂരിപക്ഷത്തിൽ, പ്രത്യേകിച്ച് BJPയോടെ ഒരു ശക്തമായിട്ടൊരു സംഘടനാ സംവിധാനം ഉള്ളൊരു സ്ഥലം കൂടിയാണ് പാലക്കാട്. എന്നിട്ട് പോലും നല്ലൊരു ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് ജയിക്കാൻ സാധിച്ചു. യഥാർത്ഥത്തിൽ പാലക്കാട് ജനങ്ങൾ ഇപ്പോൾ ആരായി? പാലക്കാട് ജനങ്ങളെല്ലാം എന്താ പറയാ, ഒരു വിഡ്ഢിയായി എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അതിനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇത്രയും എന്താ പറയാ മോശമായിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു വ്യക്തി. ഇവരെ ആണല്ലോ ഈ സ്നേഹത്തിന്റെ കട എന്ന് പറയുന്നത്. ഇതിപ്പോ യഥാർത്ഥത്തിൽ സ്നേഹത്തിന്റെ കടയല്ല, അവിടെ കോഴിക്കട തുടങ്ങിയിട്ടുള്ള ഒരു അവസ്ഥ പോലെയായിട്ടുണ്ട്. എല്ലാ സ്ത്രീകൾക്കും ആർക്കും ഇനി കിട്ടാത്തതെന്നുള്ളതായിരിക്കും അവരുടെ, ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ സംഘടനയിൽപ്പെട്ടിട്ടുള്ള ഒരാൾക്ക് പോലും കിട്ടാതിരിക്കുന്നില്ല എന്നുള്ളതായിരിക്കും. അവരുടെ സ്ത്രീകൾ തന്നെ അവർ തന്നെ പറയുന്നു, അവരുടെ ഉള്ളിൽ തന്നെ സംഘടനാപരമായിട്ട് തന്നെ അവർ പറയുന്നു ഞങ്ങൾക്കൊന്നും സഹിക്കാൻ വയ്യാന്ന്. അങ്ങനെ നോക്കുന്ന സമയത്ത് പുറത്തുള്ള സ്ത്രീകളുടെ കാര്യം എന്തായിരിക്കും?
അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാല് തീർത്തും അതായത് ഇതെല്ലാം ക്രിമിനൽ ഒഫൻസസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഈ അതിക്രമങ്ങൾ, റോങ് മെസ്സേജസ് അയക്കുക, ഗർഭചിത്രത്തിന് വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുക, അവരെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞിട്ട് അവരെ പറ്റിക്കുക, ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ വലിയ ഒഫൻസസ് അല്ലേ. ഇത്തരം നിയമങ്ങൾക്ക് അതായത് ഈ നിയമ നടപടികൾക്ക് വിധേയമായിട്ട് ഇദ്ദേഹത്തെ കൊണ്ടുവരണം എന്നുള്ളതാണ് പറയേണ്ടത്. അതിനു മുമ്പേ സംഘടനാപരമായിട്ട് അവരുടെ സംഘടനയുടെ അടിസ്ഥാനത്തിൽ മാത്രം ആ രാജി വെക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. MLA സ്ഥാനം ഒഴിവാക്കിയിട്ട് അന്വേഷണത്തെ നേരിടണം എന്നുള്ളതാണ് പറയാനുള്ളത്. CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും അവര് എന്തൊരു ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ വലിയ പ്രതികരണം, പിണറായി വിജയൻ പോലും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വന്ന സമയത്ത് CPMന്റെ ഭാഗത്തുനിന്ന് കാര്യമായിട്ടുള്ള ഒരു അവരുടേതായിട്ടുള്ള തനതായ ശൈലിയിലുള്ള ഒരു പ്രതിഷേധങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അല്ലെങ്കിൽ അവരുടെ CPMന്റെ സ്ത്രീകളായിട്ടുള്ള നേതാക്കന്മാർ ആരും തന്നെ പ്രതികരിച്ചിട്ടില്ല കാര്യമായിട്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വിഷയം? എന്തുകൊണ്ടായിരിക്കും എങ്ങനെ പ്രതികരിക്കും? CPMൽ ഈ വിഷയം ഉണ്ടായപ്പോൾ ഉണ്ടായിട്ടുള്ള അവസ്ഥ എന്തായിരുന്നു? അവരെന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ എടുത്തിട്ടുണ്ടായിരുന്നു? അന്ന് ആ സമയത്ത് ഇരകളായിട്ട് വന്നിട്ടുള്ള പരാതിക്കാരായിട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ട് അന്വേഷിക്കാൻ പോയിട്ടുള്ള ആളുകളല്ലേ ഇവര്. പിന്നെ അതിനുശേഷം ഈ അന്വേഷണ വിധേയമായിട്ട് മാറ്റി നിർത്തിയിട്ടുള്ള ആളുകളെ അന്വേഷണം തീരുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ചുമതല കൊടുത്ത് വീണ്ടും കൊണ്ടുവരികയാണ്. ശശിമാരുടെ കേസുകളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ. ഇത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് പറയാൻ അതിനുള്ള യോഗ്യതയില്ല. ഇപ്പൊ ഈ ധാർമ്മികപരമായിട്ടുള്ള പരാജയം കോൺഗ്രസിലും ഉണ്ട്, CPIMലും ഉണ്ട്. അപ്പൊ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിൽ നിൽക്കുന്നത്. ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് ആണെങ്കിലും SDP ആണെങ്കിലും ജമാഅത്ത് ഇസ്ലാമി, ഈ മൂന്ന് യഥാർത്ഥത്തിൽ പറയാം നമ്മൾക്കൊരു ഇസ്ലാമിക സംഘടനകൾ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടം വിജയിച്ച സമയത്ത് SDP ആണ് ആദ്യത്തെ ഒരു ആഹ്ലാദ പ്രകടനം നടത്തിയത്. ഇവരാരും തന്നെ ഒരക്ഷരം പോലും ഈ MLAക്കെതിരെ സംസാരിച്ചിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇവർ മുന്നോട്ട് വെക്കുന്ന ആദർശം അല്ലെങ്കിൽ ഇവർ സ്ത്രീകളെ ഏത് തരത്തിലാണ് ഇവർ കാണുന്നത്? അതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്ത് വന്നാലും നമ്മുടെ പാർട്ടിയിൽപ്പെട്ടുള്ള സംഘടനയിൽപ്പെട്ടിട്ടുള്ള ആളെ പ്രൊട്ടക്ട് ചെയ്യണം. അത് എന്ത് നീചമായിട്ടുള്ള പ്രവൃത്തിയാണെങ്കിൽ കൂടിയിട്ടും ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള കാര്യം ഞങ്ങൾക്ക് ദോഷമായിട്ട് വരുന്ന കാര്യമാണ് എന്ന് പറയുമ്പോൾ അതിൽ വേട്ടക്കാരനായാലും അവരെ സംരക്ഷിക്കണം എന്നുള്ള നിലപാട് ഒരു റോങ് മെസ്സേജ്, അതാണ് അവർ പാർട്ടി കൊടുക്കുന്നത്. ഈ അവർ ആശയപരമായിട്ടേ തെറ്റാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ജനങ്ങളോട് അവർക്കൊരു പ്രതിബദ്ധതയുണ്ട്. അത് നിറവേറ്റാൻ അവർ സാധിക്കുന്നില്ല, അവരുടെ പ്രസ്ഥാനത്തിനെ സാധിക്കുന്നില്ല. അത് വൻ പരാജയമായിട്ടാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. കാരണം ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുന്നത് കേരളത്തിലുള്ള സ്ത്രീകളോടാണ്. പ്രധാനമായിട്ട് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഒരു നിയമം പാർലമെന്റിൽ പാസ്സാക്കിയിരുന്നു. നമ്മൾ ക്രിമിനൽ കേസുകളിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ മുഖ്യമന്ത്രിമാരാണെങ്കിൽ പോലും നമ്മൾ സ്ഥാനം ഒഴിയേണ്ടി വരുമെന്നുള്ളൊരു സാഹചര്യം വരികയാണ്. അപ്പൊ ഇതുപോലെ ഉള്ള കേസുകളൊക്കെ വരുന്ന സമയത്ത് പരാതിയായിട്ട് പലരും പോകുന്നില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇവർ പറയുന്നത്, ഇപ്പോൾ പാലക്കാട് MP ആയിട്ടുള്ള ശ്രീകണ്ഠൻ പറഞ്ഞത് പരാതിയായിട്ട് ആരും വന്നിട്ടില്ല, പരാതിയായിട്ട് വന്നാലല്ലേ ഇതിൽ എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് പോകേണ്ടത്, ആരോപണങ്ങൾ പറയാൻ ആർക്കും സാധിക്കുമെന്നല്ലോ എന്നുള്ളൊരു സംഭവം. ഈ പരാതിയായിട്ട് സ്ത്രീകൾ പോകാത്തതൊരു അപാകതയല്ലേ യഥാർത്ഥത്തിൽ? അങ്ങനെയില്ല, പരാതിയായിട്ട് നിരവധി സ്ത്രീകൾ പോകുന്നുണ്ട്. പിന്നെ പല കാരണത്താൽ അവര് ഫോഴ്സ് ചെയ്യാണ്, അവർ ആ പരാതിയുമായിട്ട് മുന്നോട്ട് പോവാതിരിക്കാൻ അവരെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യങ്ങളുണ്ട്. പല പ്രലോഭനങ്ങളിലും പെട്ടിട്ട് അവരും പിന്മാറേണ്ട സാഹചര്യങ്ങൾ വരുന്നു. കൂടുതലായിട്ടും നടക്കുന്നത് ഭീഷണിയാണ്. കാരണം ഇത്തരം വലിയ ആളുകൾക്കെതിരെ പരാതി ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ കുടുംബമടക്കം അവരെ വേട്ടയാടപ്പെടുകയാണ്. അവർക്ക് പിന്നീട് അങ്ങോട്ട് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറുന്ന സമയത്ത് ആർക്കായാലും പേടിയുണ്ടാവും. പിന്നെ അവരുടെ കുടുംബം എന്താവും എന്നുള്ള ഒരു വലിയൊരു പേടി തന്നെയാണത്. അവരുടെ മക്കള്, അവരുടെ കുടുംബം അതെന്ത് ചെയ്യും അതെന്താവും എന്നുള്ള ഒരു ആശങ്ക അവരിലുണ്ടാവും. അങ്ങനെയുള്ള ധാരാളം കേസസ് വരുന്നുണ്ട്. പക്ഷെ പരാതിപ്പെടി ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ വളരെയേറെ കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി ഒന്ന് മുന്നോട്ട് വന്നിട്ടുണ്ട്. കാരണം അവർക്ക് അവരുടെ അവകാശങ്ങളെ പറ്റിയിട്ടും നിയമങ്ങളെ പറ്റിയിട്ടും എല്ലാം ബോധം ഉള്ളത് കൊണ്ട് തന്നെ അവര് കൂടുതൽ തുറന്നു പറയാൻ ഇപ്പം ഈ കാര്യത്തിൽ തന്നെ നമുക്ക് ഉദാഹരണം എടുത്താൽ പോരെ, അവരെല്ലാം തയ്യാറായി മുന്നോട്ട് വരുന്നില്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയിട്ട്. അത് ചിലർ മടിച്ചു നിൽക്കുന്ന അവസരങ്ങളിൽ പോലും അതിന് ധൈര്യം കാണിച്ച് മുന്നോട്ട് വരുന്നവരുണ്ട് എന്നുള്ളത് വളരെ ഒരു നല്ല കാര്യം തന്നെയാണ്. അതെ.